പൂനിലാമഴ പെയ്തിറങ്ങിയ എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ഈ രഞ്ജിനി കാസിന്റെ തന്നെ ഓണപ്പാട്ടുകൾക്കൊക്കെ 5 പാട്ട് 4 പാട്ടൊക്കെ ഇടയ്ക്ക് സുജാത പാടും, അല്ലെങ്കിൽ ചിത്ര പാടും, അങ്ങനെ മാറി മാറി പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങനെ നമ്മള് മ്യൂസിക് ഫീൽഡിലല്ലേ, ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അതല്ല, പിന്നെ അന്ന് കുറച്ച് ആളുകളുമായിട്ടൊരു ഭയങ്കര കോംബോയും. അതെ അതെ. പിന്നെ അതിനുശേഷം പൂനിലാമഴ എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി വന്നു. മാനത്തെ കൊട്ടാരം. പൂനിലാമഴ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പാടണ പോലെയൊക്കെ തന്നെ അന്നും പാടി. ചിത്ര എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഒരു അവസരവും കൂടി തന്നെ. എന്തിനാണ്, എനിക്ക് ഒന്നും കൂടി പാടണം. ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പവർ വേണം, പിന്നെ ബ്രീത്തിങ് ഒക്കെ കുറേ കൂടി പെർഫെക്റ്റ് ആക്കണം. എന്നുണ്ടെങ്കിൽ പൂനിലാമഴ പെയ്തിറങ്ങിയ ഇവിടം വരെ ഒറ്റ ബ്രത്തില് ഒരു പരുക്കും ഇല്ലാണ്ട് പാടി തീർക്കണം. അതെനിക്ക് ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ സ്ഥലം മാത്രം പാടിയ പോലെ അത് പറ്റില്ല, എനിക്ക് ഒന്നുകൂടി പാടണം. അപ്പൊ ഇന്ന് സമയമില്ല. അത് കുഴപ്പമില്ല, നാളെ വെളുപ്പിന് എപ്പോഴാണെന്ന് വെച്ചാൽ വന്നേക്കാം. റെക്കോർഡിസ്റ്റിന് വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ രാവിലെ 7 മണിക്ക് എത്ര സമയം പറയും. അത് കൃത്യമായിട്ട് വന്ന് ഞങ്ങളെ പോലും ബുദ്ധിമുട്ടിച്ചില്ല, ഒന്നും കൂടി പാടി. അതാണ് ആ കമ്മിറ്റ്മെന്റ്.